ഭരണമില്ലാഞ്ഞിട്ടും അവർ ഭരണമൊക്കെ നിങ്ങൾ കണ്ടില്ലേ? 9.5 കൊല്ലം കൊണ്ട് പോയിട്ട് നഷ്ടപ്പെട്ടു പോയത്. ഇനി അടുത്ത പ്രാവശ്യം ഇതെല്ലാം കൂടെ പിടിച്ചെടുക്കണമെന്നാണ്. അവരൊക്കെ ഭരണത്തിൽ വന്നാൽ നമ്മളെല്ലാം ആത്മഹത്യ ചെയ്യേണ്ടി വരും. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ നല്ല പേരാണ്. അവരുടെ മതേതരമാണ് പാർട്ടിയാണെന്ന് പറഞ്ഞു. പേര് കേട്ടാൽ തന്നെ മുസ്ലിം കൂട്ടായ്മയാണ്. എന്നിട്ട് മതേതര പാർട്ടി എന്നാണ് പേരിട്ടേക്കുന്നത്. എല്ലാവരും വിളിക്കുകയാണ് മതേതര പാർട്ടി. അവരുടെ കൂടി ഒരു MLA അവർ മതേതര അവർ സ്ഥാനാർത്ഥി എടുത്തിട്ടുണ്ട്. അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരാളുണ്ടാകും. ഇവർ വർഗീയ പാർട്ടിയാണ്. ആ വർഗീയ പാർട്ടിക്കാണ് നമ്മൾ കുട്ടികളുള്ളത്. അവരുടെ കൂട്ടുപിടിച്ചിരിക്കുന്ന ഭാഗത്ത് ഏൽപ്പിച്ചാൽ നമ്മുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും? അവർ ഇരുന്ന കാലത്ത് ചെയ്തത് എന്താണ്? ഇനി വന്നാലുള്ള സ്ഥിതി വരുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപനങ്ങൾ കണ്ടില്ലേ? ഈ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാനാണ് അവരുടെ മതരാഷ്ട്രമുള്ളവരാണ് അവരുടെ താല്പര്യം. അവരെന്ന് പറഞ്ഞാൽ സത്യത്തിൽ പറഞ്ഞാൽ നല്ല നല്ല വർണ്ണക്കടലാസിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഒട്ടാസ് സൈനൈഡാണ് ഈ ലീഗ് എന്ന് പറഞ്ഞാൽ. അത് തൊട്ട അപ്പം ചത്തുപോകും. അവർക്ക് മനുഷ്യത്വവും മര്യാദയും ഒരു വകതിനും അഴിയെ പോയിട്ടില്ല. അവരുടെ ഓരോ പ്രസ്താവനകളും നിങ്ങൾ എടുത്തു നോക്കും. അറിയുന്നവരെ എതിർക്കുക. എന്നോട് മാത്രമല്ല, ഒരുപാട് എന്നെ എതിർത്തില്ല. ഞാൻ നാളെ ത്യാഗം തയ്യാറാണെന്ന്. എനിക്ക് പേടിയൊന്നുമില്ല. എൻ്റെ മരണം എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമല്ലേ സംഭവിക്കുള്ളൂ. ഒന്നുമില്ലാതെ നോക്കിയാണെന്നേ, ഞാൻ ചത്തതാണെന്നേ. എന്നിട്ടും പിന്നെ ആശുപത്രിയിൽ പിന്നെ രക്ഷപ്പെട്ടാൽ ഇപ്പോൾ 3 മാസം കടന്നതാണ്. അതുകൊണ്ട് മരണത്തെ എനിക്ക് ഭയമില്ല. ഞാൻ ഉള്ളത് പറയും, ഒത്തു പറയില്ല. ഇവരെല്ലാം വഞ്ചകന്മാർ, പിന്നോക്ക സമുദായം, ന്യൂനപക്ഷ സമുദായം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ചോർത്തി പലവിധ ന്യായങ്ങളും പറഞ്ഞ് കൊണ്ടുപോയവർ. അവരെ കണ്ടുപിടിക്കണം. അവരൊക്കെ എന്താ കുറ്റം പറഞ്ഞത്? അവർ നന്നായത് എങ്ങനെയാണ്? അവരുടെ കൂട്ടായ്മയിലൂടെയാണ്.